സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജ് സമയങ്ങളിലോ ഒട്ടും ഇല്ലാതിരുന്ന ഒരു ശീലമായിരുന്നു കേട്ടോ ഈ ഒരു ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. അത് നഴ്സിംഗിലൊക്കെ വന്നേ പിന്നെയാണ് ബുക്കുകൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വായിക്കാനും അത് പഠിക്കുന്ന ബുക്കുകൾ മാത്രം, അല്ലാതെ ഒരു ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജോലി കിട്ടി ഇവിടെ കാനഡയിലേക്കൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ വന്നേ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു ബുക്ക് റീഡിംഗ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ്. അതായത് ഇതിനകത്ത് ഒരുപാട് നല്ല അമേസിംഗ് ലീഡേഴ്സ് ഉണ്ട്. നമ്മളെ ഒരു എന്താ പറയുക, ഫൈനാൻഷ്യൽ ഗെയിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ സ്ട്രാറ്റജികൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബിസിനസ് മോഡൽ അല്ല ഇത്. ഇതിനകത്ത് ആസ് എ പേഴ്സൺ നമുക്ക് എല്ലാ ഏരിയ ഓഫ് അവർ ലൈഫും ഒന്ന് ഇമ്പ്രൂവ് ആയി ഒരു ഗ്രോത്ത് വന്നാലേ ഉള്ളൂ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുള്ളൂ എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അവർ വഴി എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള ബുക്കുകളുണ്ട്. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബുക്ക് റീഡിങ് എന്നുള്ള ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്തൊന്നും പറ്റാറില്ല, കുറച്ച് പേജുകളെങ്കിലും വായിക്കാൻ ഓരോ ബുക്ക് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ കിട്ടി, പ്രയോജനങ്ങൾ കിട്ടി. ഇപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. അതിനകത്ത് ആ റീഡിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഡിസിപ്ലിൻ ഇല്ലാത്തവരുടെ 7 ശീലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അവർ പറയുന്ന പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ 3 എണ്ണമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചർ അത്ര നല്ലതായിരിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി ഹാഷായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഫോർ ദ മൂഡ്. അതായത് മൂഡ് വരാൻ കാത്തിരിക്കുക. ഇപ്പോൾ ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പറയും ഒട്ടും മോട്ടിവേഷൻ തോന്നുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പോസ്റ്റ്പോണ്ട് ചെയ്യാൻ കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസാണ് ഒരു മൂഡില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈസി ആയിട്ടങ്ങ് മാറ്റിക്കളയും. എന്നാൽ അതിൻ്റെ അവർ പറയുന്നത് അതിൻ്റെ ശരിക്കുമുള്ള സത്യം എന്ന് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ മൂഡ് ഒരിക്കലും വരാൻ പോകുന്നില്ല. രണ്ടാമത്തെ അവർ പറയുന്നത് ചീപ്പ് ഡോപ്പമിൻ. അത് ഭയങ്കര ഒരു അനദർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വില കുറഞ്ഞ സന്തോഷങ്ങൾ. അതായത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് പകരം നമുക്ക് പെട്ടെന്നുള്ള ഒരു സന്തോഷം മതി. അപ്പം നമുക്കറിയാം നമുക്കൊരു കാര്യം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മളൊരു ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു ടൈമും എഫേർട്ടും ഇടണം. അത് നമ്മളങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് നമ്മൾ പെട്ടെന്നുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ല, ഇന്നൊന്ന് കുറേ നേരം ഫോണിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് വെബ് സീരീസ് കാണാം, നെറ്റ്ഫ്ലിക്സ് കാണാം, അല്ലെങ്കിൽ ഒരു മൂവി കാണാം. ഒരു 2 മണിക്കൂർ ഒരു മൂവി കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അനാവശ്യ വിനോദങ്ങളിലൂടെയും സമയം കൊല്ലുന്നു എന്നാണ് അവരിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ദ ടുമോറോ ഇല്യൂഷൻ. അതായത് നാളത്തെ നുണ. അതൊരു കറക്റ്റാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മോംസ് അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് പേരൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ഇന്ന് ക്ഷീണമാണ്, നാളെ തുടങ്ങാം, ഇന്ന് മടുത്തു, ഇത്രയും ദിവസം ജോലിയായിരുന്നു, ആകെപ്പാടെ കിട്ടിയ ഒരു ഓഫാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് പെൻഡിങ് വെക്കും. എന്ത് കാര്യമാണെങ്കിലും ഈ ബിസിനസ്സിന് മാത്രമല്ല കേട്ടോ പറയുന്നത്, ജനറൽ ആയിട്ടാണ് പറയുന്നത്. എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ നുണയാണത്. ആ നാളെ എന്നത് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഒരു പേരാണ്. അതായത് മലയാളത്തിൽ ഒരു നാളെ നീളെ എന്ന് പറയുന്ന ഒരു സംഭവം, അത് എക്സാക്ട്ലി അത് തന്നെയാണ് അവരോട് പറഞ്ഞേക്കുന്നത്. നാലാമത്തെന്ന് പറഞ്ഞാൽ കംഫർട്ട് അഡിക്ഷൻ. ഇതെല്ലാവർക്കും റിസണേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. വേദനയെ ഭയക്കൽ എന്നാണ് അവർ പറയുന്നത്. ഫിയർ ഓഫ് പെയിൻ. അതായത് ഗ്രോത്ത് എപ്പോഴും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എപ്പോഴും ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു എഫേർട്ട് ഇട്ടു അല്ലെങ്കിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല കിട്ടുന്നത്. അത് പിന്നീടായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും കാര്യങ്ങളും ഒക്കെ. അഞ്ചാമത്തേതായിട്ട് അവർ പറയുന്നത് ഇത് ക്വിറ്റേഴ്സ് ഹാബിറ്റ്. അതൊരു നല്ലൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസും ഉണ്ട്. അതായത് കുറച്ച് ആൾക്കാർ തുടങ്ങും, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര വില്ലിംഗ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ പൂർത്തിയാക്കില്ല. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ആവേശമായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ആവേശം ഭയങ്കരമായിട്ട് കെട്ടുപോവുകയും പാതി വഴിയിലെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഹാബിറ്റുള്ള ആൾക്കാരും ഉണ്ട്. 6th എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തൽ. അതായത് ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കൂടിയാണ് കേട്ടോ ലൈഫിൽ. അതായത് കുറച്ച് ആൾക്കാർ വിക്ടിം മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എല്ലാവർക്കും കുറേശ്ശൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും ഈ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ആളിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും വർക്ക് പ്ലേസിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാണ്. അവർ പറയുന്നത് ശരിക്കും സ്വന്തം പരാജയങ്ങൾക്ക് അവർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ എൻ്റെ പേരൻസ് സപ്പോർട്ടീവ് അല്ല, എൻ്റെ മക്കൾ സപ്പോർട്ടീവ് അല്ല, അവരായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്തേനെ എന്നുള്ള ഒരു ഇത്. അതൊരു വിക്ടിം മൈൻഡ് സെറ്റാണ്. എനിക്കൊരു ലക്കില്ല, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണ്, എന്ത് കാര്യം ചെയ്യാൻ പോയാലും എനിക്ക് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിയാലിറ്റി ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്വന്തം മിസ്റ്റേക്കുകൾ ഏറ്റെടുക്കാൻ നമുക്ക് ശരിക്കും ഭയമാണ്. അപ്പോൾ അത് നമ്മുടെ സ്വന്തം മിസ്റ്റേക്കുകൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്. നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നതിന് പകരം എന്താണ് മറ്റുള്ളവരുടെ കുറവ്, അവർ കുറേയും കൂടി ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആയേനെ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ മേളിലേക്ക് ആ ഒരു നമ്മുടെ പരാജയത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ മറ്റുള്ളവരുടെ മേത്തേക്ക് ഇടുമ്പോൾ അതൊരു ഷോർട്ട് ടേം സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുമായിരിക്കും, ഒരു പ്ലഷർ കിട്ടുമായിരിക്കാം.
ഏഴാമത്തത് അവർ പറയുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതായത് ഡിജിറ്റൽ എസ്കേപ്സ്. ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സ്വന്തം ജീവിതത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ആ റൂട്ട് കോസ് അത് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് ഒളിച്ചോടുവാണ്. അതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഒരു സർക്കിളിലാണ്, നമ്മുടെ ആ ഒരു റിയാലിറ്റി ഒക്കെ നമ്മളങ്ങ് മറന്നു പോകും. ഇവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഈ 7 ശീലങ്ങൾ നിങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ ഇതിൽ പലതും നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ മാറ്റാൻ പുറത്തു നിന്ന് ഒരു മാന്ത്രിക വിദ്യയും ഇല്ല. അത് ഭയങ്കര കറക്റ്റ് അല്ലേ? നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ തന്നെ റീപ്രോഗ്രാം ചെയ്യണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു കാര്യങ്ങൾ റിയാലിറ്റി ആവാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെപ്പോഴും പറയും, അത് ലോ ഓഫ് അട്രാക്ഷൻ ബുക്ക് വായിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പറയുന്ന ഓരോ വാക്കും ചിലപ്പോൾ അത് റിയാലിറ്റി ആയിട്ട് വന്നേക്കാം. സോ അതിനകത്ത് പറയുന്നുണ്ട്, പേ അറ്റൻഷൻ ടു യുവർ വാട്ട് യു തിങ്ക്. കാരണം ഈ തോട്ടാണ് ശരിക്കും നമ്മുടെ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫീലിങ്സ് ആണ് നമ്മുടെ ഓരോ ആക്ഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ഓരോ ആക്ഷൻസ് ആണ് നമ്മുടെ ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹാബിറ്റുകളാണ് ഇവഞ്ച്വലി നമുക്കൊരു ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു തോട്ടിലാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ഇറ്റ് ക്യാൻ ആക്ച്വലി ബിക്കം ദ റിയാലിറ്റി. അപ്പോൾ നമ്മുടെ തോട്ടുകൾ ഒന്ന്, നമ്മുടെ തിങ്കിങ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി ഒരു ബെറ്റർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ബെറ്റർ റിയാലിറ്റി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ന്യൂറോ സയൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് റീപ്രോഗ്രാമിംഗ് ശരിക്കും സ്റ്റാർട്ട്സ് വിത്ത് ഹൗ വി ആക്ച്വലി തിങ്ക്. താങ്ക് യു.